ലോകകപ്പ് ക്വാർട്ടർ ബെർത്ത് ഉറപ്പിക്കാൻ മുൻ ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ ഇറങ്ങുന്നു. എർലിംഗ് ഹാലൻഡിന്റെ കരുത്തിൽ കുതിക്കുന്ന നോർവേയാണ് ബ്രസീലിന്റെ എതിരാളികൾ. ലോക ഫുട്ബോളിലെ വൻശക്തികളായ ബ്രസീലും യൂറോപ്പിലെ പുതിയ കരുത്തരായ നോർവേയും തമ്മിലുള്ള ലോകകപ്പ് പ്രീ ക്വാർട്ടർ പോരാട്ടത്തിനാണ് നാളെ പുലർച്ചെ മെറ്റ്ലൈഫ് സ്റ്റേഡിയം സാക്ഷിയാവുക. ബ്രസീലിന്റെ വിങ്ങുകളിൽ മാന്ത്രികത തീർക്കുന്ന വിനീഷ്യസ് ജൂനിയറും നോർവേയുടെ ഗോൾ മെഷീനായ എർലിംഗ് ഹാലൻഡും തമ്മിലുള്ള പോരാട്ടം കൂടിയാകും നാളത്തെ മത്സരം. ഇരു ടീമുകൾക്കും പ്രീ ക്വാർട്ടറിലേക്കുള്ള വഴി അത്ര എളുപ്പമായിരുന്നില്ല. നോക്കൌട്ട് ഘട്ടത്തിൽ ജപ്പാനെതിരെ കടുത്ത പരീക്ഷണമാണ് ബ്രസീൽ നേരിട്ടത്. മറുഭാഗത്ത് ഐവറി കോസ്റ്റിനെതിരെ ഏറെ പ്രയാസപ്പെട്ടാണ് നോർവേയും പ്രീ ക്വാർട്ടർ ബർത്ത് ഉറപ്പിച്ചത്. കണക്കുകൾ പരിശോധിച്ചാൽ ബ്രസീലിന് ഇതൊരു കടുത്ത പ്രതികാര പോരാട്ടമാണ്. 28 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1998 ഫ്രാൻസ് ലോകകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ നോർവേ ശക്തരായ ബ്രസീലിനെ 2-1 അട്ടിമറിച്ചിരുന്നു. ലോകകപ്പ് ചരിത്രത്തിൽ ബ്രസീലിനെതിരെ തോൽവിയറിയാത്ത ചുരുക്കം ചില ടീമുകളിലൊന്നാണ് നോർവേ. സൂപ്പർ താരം നെയ്മർ പൂർണ്ണ കായികക്ഷമത വീണ്ടെടുത്തതായും നാളത്തെ മത്സരത്തിൽ കളിക്കാൻ സജ്ജനാണെന്നും ബ്രസീലിയൻ കോച്ച് കാർലോ ആഞ്ചലോട്ടി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ നിർണായകമായ മത്സരത്തിന് ബ്രസീൽ ക്യാമ്പ് തയ്യാറെടുക്കുമ്പോൾ പരിക്ക് ഭീഷണി സൃഷ്ടിച്ചിരിക്കുകയാണ്. ലൂക്കസ് പെക്കറ്റെ, റഫീഞ്ഞ എന്നിവരുടെ അഭാവം ബ്രസീലിന് തലവേദനയാകും. വിനീഷ്യസ് ജൂനിയർ, നെയ്മർ, മാത്യസ് കുഞ്ഞ, എൻഡ്രിക്, മാർട്ടിനെല്ലി തുടങ്ങിയ വൻ താരനിരയുടെ വേഗതയിലാണ് ബ്രസീലിന്റെ പ്രതീക്ഷ. അതേസമയം ടൂർണമെന്റിൽ 5 ഗോളുകളുമായി ഗോൾഡൻ ബൂട്ട് റേസിൽ മുന്നിലുള്ള എർലിംഗ് ഹാലൻഡാണ് നോർവേയുടെ പ്രധാന ആയുധം. കരുത്തുകൊണ്ടും പാരമ്പര്യം കൊണ്ടും ബ്രസീലിനാണ് മേൽക്കൈയെങ്കിലും ചരിത്രത്തിന്റെ പിൻബലവും ഹാലൻഡിന്റെ പ്രകടനവും നോർവേക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ക്വാർട്ടർ ബെർത്ത് ഉറപ്പിക്കാൻ ഇരു ടീമുകളും നാളെ ഇറങ്ങുമ്പോൾ തീപ്പാറുന്ന പോരാട്ടത്തിനായിരിക്കും മെറ്റ്ലൈഫ് സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കുക. വേൾഡ് കപ്പ് ഡെസ്ക്, കൈരളി ന്യൂസ്.